ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ട് എല്ലാവരും ചെയ്യുന്നത് നല്ലൊരു കുട്ടി ക്രാഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ കണ്ണട വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, സ്പെക്സിൻ്റെ ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പെന്നിൻ്റെ ബോക്സാണ്. കുറച്ച് റേറ്റൊക്കെ കൂടിയ പെന്നുകളൊക്കെ ഇതുപോലെ ബോക്സിലൊക്കെയാണല്ലോ വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോക്സുമാണ്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ജെസോ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ണടയുടെ ബോക്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബോക്സ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പെന്നിൻ്റെ ബോക്സൊക്കെ ഇങ്ങനെയുള്ള ബോക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് ഇതും എടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക്കോ മെറ്റലോ അലൂമിനിയം, പിന്നെ ഇനി അല്ലാതെ അങ്ങനെ കാർഡ്ബോർഡ് ടൈപ്പ്, അങ്ങനെ ഏത് ബോക്സുകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ പെന്നിൻ്റെ, അത് ഒരുപാട് പഴയതുണ്ട്, കുറേ നാൾ മുമ്പുള്ളതാണ്. അതിങ്ങനെ ചതുങ്ങിയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു റീസൈക്ലിംഗ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറ് ബേസ് കോട്ടൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാൾ ഡെക്കറും അതുപോലെ ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് അവർ റിവ്യൂവിന് വേണ്ടി അയച്ചു തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്കത് ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പിക്ചറും ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈൻ, ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനിൻ്റെ ബാക്കിയാണ്. ഞാൻ മുമ്പ് വേറൊരു ടിന്നിൻ്റെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയാണ്. അപ്പം നമ്മൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കണ്ണടയുടെ ബോക്സ് ആണല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ വെച്ച് നോക്കാം നമുക്ക് ആ ഒരു കവർ ചെയ്യാനുള്ള സൈസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം നമ്മളതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മൾ അതിൽ ആ ഒരു ഡിസൈൻ്റെ സൈഡിലുള്ള വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഏകദേശം ആ ഒരു സൈസ് ഒന്നിങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒരു തിന്നായിട്ടൊരു കവറിങ് ഉണ്ടാവും. നമ്മൾ ഈ ലാമിനേഷനൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ ഒരു കവറിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കവറിങ് ജസ്റ്റ് ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കുക. അത് പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിസൈൻ്റെ അവിടെ ഇങ്ങനെ കൈ വെക്കരുത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഡിസൈനൊക്കെ നമ്മളെ കയ്യിലേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒട്ടിക്കേണ്ട ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു ഡിസൈന് ആ ഭാഗത്ത് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഒരു പശ ഉണ്ടാവില്ല അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചുളിവുകളൊക്കെ ഇല്ലാതെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമാണ്, നോർമൽ പച്ചവെള്ളമില്ലേ, അപ്പോൾ വെള്ളം, പിന്നെ അതുപോലെ തന്നെ ഒരു സ്പോഞ്ചുമാണ് വേണ്ടത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ ആ ഒരു സ്പോഞ്ച് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിതായി ഒരു വൈറ്റ് ഡിസൈൻ ഉണ്ടല്ലോ, ഒരു പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലത്തെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേപ്പർ വെറ്റാവുമല്ലോ, വെറ്റായിട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ മേലോട്ട് തെളിഞ്ഞ് കാണും. അപ്പോൾ അതുവരെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമ്മളത് ഇതുപോലെ ആ വെറ്റായിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്നിങ്ങനെ പീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷീറ്റിലുണ്ടായിരുന്ന ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളവിടെ ആ ഒരു ബോക്സിലേക്ക് ഒന്ന് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പേപ്പർ മാത്രമായിട്ടോ വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ ഭാഗത്തും സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്കാവാത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടുമാണ്. നമ്മൾ ആ ബ്രഷിൽ പ്രത്യേകിച്ചൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളൊരു ഫെവിക്കോളോ വാർണിഷോ വെള്ളമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അവിടെ സ്റ്റിക്കായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുമ്പം ഇത് പൊട്ടിച്ചിട്ടല്ലോ, അപ്പോൾ ഇത് ഇളകി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഡിസൈൻ നമ്മളെ കയ്യിൽ വലിയ പീസില്ല, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ മാത്രമായിട്ട് ഞാനൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളതൊന്ന് ഇതുപോലെ മേലെയുള്ള ഒരു തിന്നായിട്ടുള്ളൊരു ഷീറ്റ് ഉണ്ടാവും, അതൊന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ചുളിവുകളില്ലാതെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ സ്പോഞ്ച് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ഡാബ് ചെയ്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് വെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഡിസൈനിലുള്ള കുറച്ചൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചുളിവുകളൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസ് ഫ്ലവേഴ്സൊക്കെ ഒരു ബാക്കി കട്ട് ചെയ്തിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നുക നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മളെ കയ്യിൽ അത്രയും ഡിസൈനും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഡിസൈൻ കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള കുറച്ച് പീസസ് ഉണ്ടാവുമല്ലോ, ഒരു ലൈറ്റ്
ഒരു ഡിസൈനായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ആഷ് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു ഡിസൈന് ഇതുപോലെ ആ ഒരു വൈറ്റ് ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ ഏകദേശം അത്ര കറക്റ്റായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെറിയ ചെറിയ പീസ് ചെയ്തതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ പെന്നിൻ്റെ ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ട്രാൻസ്ഫർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുള്ള ബാക്കിയാണ് കേട്ടോ, ഒരു ഗ്രീൻ കളർ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് ആദ്യം ഒരു ഓവൽ ഒരു പ്രത്യേക ഒരു ഷേപ്പാണല്ലോ, രണ്ട് സൈഡിലൊരു കേവൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതൊന്നിങ്ങനെ ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചുളിവുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ തിന്നായിട്ടുള്ള കവറിങ് ഒന്ന് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്തിട്ട് ആ ഒരു ഡിസൈൻ നന്നായിട്ടൊന്നിങ്ങനെ തെളിഞ്ഞ് കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പർ ഒന്ന് പീൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോക്സിലേക്ക് നല്ല നീറ്റായിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാതെ നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ ചുളിവുകളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ ഒട്ടിക്കാനായിട്ട് വേറെ പീസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല നീറ്റായിട്ട് വന്നു കേട്ടോ. പിന്നെ നമുക്കിനിപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിന് ഇതുപോലെ ഒന്നിങ്ങനെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒട്ടിക്കുന്ന ഭാഗമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ഒട്ടിക്കുന്ന ഒരു രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോക്സിലേക്കും നമ്മൾ കണ്ണടയുടെ ബോക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണടയുടെ ബോക്സിൻ്റെ ഒരു ലുക്ക് തന്നെ നമ്മൾ മാറ്റിയെടുത്തു കേട്ടോ. നമ്മൾ കണ്ണടയുടെ ബോക്സൊക്കെ എല്ലായിടത്തും ഒരേ ഒരു കളറായിട്ട് അത്രക്കൊരു ഭംഗിയില്ലാതിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഇത് നമുക്ക് നല്ല കൂളായിട്ട് തന്നെ എല്ലായിടത്തും കൊണ്ടുപോകട്ടോ. കാരണം ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആരും കണ്ടാലും ഇതൊന്ന് നോക്കും, നമ്മൾ നല്ല പേഴ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ കുറച്ചും കൂടെ ഒന്ന് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു പെന്നിൻ്റെ ബോക്സ് നമുക്കൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് പഴയതാണ്, നിങ്ങളത് ഓൾറെഡി കണ്ടതാണല്ലോ, ചതങ്ങി പെയിൻറ്റൊക്കെ പോയിട്ട് വേസ്റ്റായിട്ട് കിടന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും വേണം ആ ഒരു ബോക്സ്, അത്രയും നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ഏതൊരു പഴയ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് പറ്റുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. ഇത് യൂസ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ഡെക്കോപ്പേജ് ടിഷ്യൂ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഗ്ലൂവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഷീറ്റ്, ഒരു A4 ഷീറ്റിൻ്റെ ഒരു ഷീറ്റിന് റേറ്റ് വന്നിട്ട് 125 ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 99 റുപ്പീസിന് കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ സൈറ്റിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീറ്റ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളെപ്പോഴും ഒരുപോലെയുള്ള ക്രാഫ്റ്റ് ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ഒരുപാട് പഴയ ഐറ്റംസൊക്കെ നമുക്ക് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഈ ഒരു ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേര് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.